ഇപ്പോഴല്ല ഞാനും ഒരു MLA എന്നാലും സാരില്ല. ഇതാണ് മെച്ചം എന്ന് ഞാൻ ഇപ്പോഴല്ല അന്ന് പറഞ്ഞു. അത്ര നല്ല ഇവിടെ വികസന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും മാതൃകാപരമാണ് എന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള മണ്ണാർക്കാട് ജനങ്ങളുടെ MLA ആണ് സംസു. ജനങ്ങളുടെ ജനപക്ഷത്ത് നിന്ന് തിന്മയോട് പോരാടി ഡെവലപ്മെന്റിനോട് പ്രവർത്തിച്ച ആളാണ്. ആ സംസു നമുക്കൊക്കെ അറിയാം കേരളത്തിലെ UDFന്റെ പ്രതീകമാണ്. ഉമ്മൻചാണ്ടി ചെയ്ത അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി ചെയ്തതും അത് തന്നെയാണ് ഈ കേരളത്തിന് വേണ്ടി. പക്ഷേ അദ്ദേഹത്തെ തടുക്കാൻ വേണ്ടി നേരെ യുദ്ധം ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട് ചതിയിലൂടെ വീട്ടാൻ നോക്കാൻ അത് നടക്കുകയില്ല. ഇതിന് ഏറ്റവും ലേറ്റസ്റ്റായി വന്ന പല റിപ്പോർട്ടുകളും കഴിഞ്ഞ അടുത്ത ദിവസം തന്നെ പുറത്തു വരും. കേരളത്തിലെ UDF വീണ്ടും അധികാരത്തിൽ വരും. മണ്ണാർക്കാട് നടക്കുന്ന വികസന പ്രവർത്തനവും മണ്ണാർക്കാട് ജനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന ഇതുവരെ നടന്ന പ്രവർത്തനങ്ങളും ഒന്നുകൂടി ശക്തമാക്കി ഞങ്ങൾ നടത്തും. ഞാൻ ഇന്ന് എന്റെ കേരളം മുഴുവൻ പര്യടനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ അന്നത്തെ കൂട്ടത്തിൽ നടത്താൻ കഴിയാതെ പോയി മീറ്റിംഗ്. എന്നിട്ട് ഞാൻ ആകെ 3 ദിവസത്തേക്ക് മാത്രമാണ് വേങ്ങര ഒരു പര്യടനം കൊടുത്തത്. അത് ഇന്ന് 8:30 മണിയായപ്പോ പ്രവർത്തകന്മാർ പറഞ്ഞു ഇത് ഇത്ര മതി, നിങ്ങൾ പോയിക്കൊള്ളി, മണ്ണാർക്കാട്ട പരിപാടി. അങ്ങനെയാണ് ഞാന് 8:30 മണിക്ക് പര്യടന പരിപാടി ഡ്രോപ്പ് ചെയ്ത് വേണ്ടെന്ന് വെച്ച് മണ്ണാർക്കാട്ടേക്ക് വന്നത്. അത്ര താല്പര്യം ഞങ്ങൾക്കൊക്കെ ഉണ്ട് ഈ നിയോജക മണ്ഡലത്തോട്. ഈ നിയോജക മണ്ഡലം അത്ര നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതാണ്. MLA-മാർക്ക് മാതൃകയായ സംസു മണ്ണാർക്കാടിന്റെ MLA വീണ്ടും നിയമസഭയിൽ ഉണ്ടാവുന്നു. നിങ്ങൾക്കും കേരളത്തിനും വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ കുറ്റം കൊണ്ടുകൊണ്ട് ഞാൻ അധികം ഇനി നിങ്ങളെ മഴ കൊള്ളിക്കുന്നില്ല. എനിക്കറിയാം നിങ്ങൾ എന്തിനും തയ്യാറാണ് എന്നുള്ളത്. അത് ഇനി കാണേണ്ടത് നിങ്ങളുടെ ആ ഓജസ് വോട്ടാക്കി മാറ്റാൻ വേണ്ടി ഞങ്ങളുണ്ട്. നിങ്ങളുടെ പിന്നിൽ ഞങ്ങളുണ്ട്. ആർക്കും ഈ യുവശക്തിയെ തടുക്കാൻ സാധിക്കുകയില്ല. എല്ലാ മുക്കിലും മൂലയിലും പോയി നിങ്ങൾ ഈ മണ്ണാർക്കാട്ടത്തെ നന്മ, ഇവിടുത്തെ ഡെവലപ്മെന്റ്, ഇവിടെ UDF ചെയ്തത്, ഇവിടുത്തെ ജനങ്ങളെ മുഴുവൻ ഒരേപോലെ കണ്ട് ഇവിടുത്തെ ജനപ്രതി പ്രവർത്തിച്ചത്, ആ കാര്യങ്ങൾ നിങ്ങൾ പ്രചരിപ്പിക്കണം. നിങ്ങൾ നാട്ടുകാരോട് പറയണം. നാനാ ജാതി മതസ്ഥർക്കും എല്ലാവിധ ആളുകൾക്കും പാവങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച ഒരു MLA-യെ ആരെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് തിന്മ ചെയ്യലാണ്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് സംസ്കൃതിക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ എന്ന്